ഹായ്. അപ്പോഴേ ഇന്ന് രാവിലെ മുതൽ ആകെ ഒരു ഡിസ്റ്റർബ്ഡായിട്ടായിപ്പോയി കേട്ടോ. ഇന്നലെ തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആയിപ്പോകും. ക്ഷമിക്കണം കേട്ടോ. ആ ഡിസ്റ്റർബിൽ നിന്ന് ഞാനൊന്നും മോചിതയായിട്ടില്ല. മറ്റൊന്നുമല്ല, നമ്മളൊരാളെ സഹായിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിനാൻഷ്യലി അല്ല, ഫിസിക്കലി എന്ന് കരുതുക. മെൻ്റലി, നോട്ട് ഫിസിക്കലി, മെൻ്റലി സഹായിക്കാം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 8ൻ്റെ പണി എന്ന് നമ്മൾ പറയൂലേ, അങ്ങനെ ഒരു പണി, അങ്ങനെ ഒരു വിഷമകരമായിട്ടുള്ളൊരു കാര്യം നേരിടേണ്ടതായിട്ട് വന്നു. അതൊക്കെ ഞാൻ പിന്നാലെ വിശദമായിട്ട് പറയാം. എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിയെയും വീട്ടുകാർ ഹെൽപ്പ് ചെയ്യാൻ പോകത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ, അവർ മാത്രമുള്ളിടത്തല്ല, ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടെയുള്ള വീട്ടിലാണെങ്കിൽ പോകത്തതിൻ്റെ കാരണം എന്താണെന്ന് പറയുമ്പോൾ, അവിടെ നിന്ന് എന്തെങ്കിലും നമുക്കൊരു റൂമറെ കിട്ടി പ്രശ്നങ്ങൾ അറിഞ്ഞ് നമ്മൾ ഇടപെടാൻ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് തിരിച്ചടികൾ നേരിടേണ്ടി വരും. ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വരും. അത് വാക്കുകൾ കൊണ്ടുള്ള പ്രവൃത്തി ഭയങ്കരമായിരിക്കും. നമ്മളുടെ കുട്ടി അവിടെ, നമ്മൾക്കൊരു ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിഷമത്തിലും വേവലാതിയിലും ഒക്കെ നമ്മളതിന് എന്തായി എന്നുള്ളത് അറിയാൻ നമ്മൾ ഇങ്ങനെ അത്രയും നമ്മൾ പ്രയാസപ്പെടും. സാധാരണ ഒരമ്മയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കത് എന്തായി എന്നുള്ളത് അറിയാമായിരിക്കും. പക്ഷെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല, അല്ല ഫോൺ എടുത്താൽ തന്നെ കിട്ടുന്ന മറുപടി അങ്ങനെയായിരിക്കും. ആ രീതിക്കുള്ള അതുകൊണ്ടാണ് പെൺകുട്ടികളുടെ വീട്ടുകാർ ഭർത്താവിൻ്റെ വീട്ടിൽ പെൺകുട്ടികൾ എന്ത് പീഡനം സഹിച്ചെന്ന് അറിഞ്ഞാലും ഇടപെടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരുടെ പ്രകടനം ഒന്നുകൊണ്ട് മാത്രമാണ്. അവർ രണ്ടുപേർ മാത്രമുള്ള ഒരു ഇതിലാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ കൺട്രോളിൽ നമുക്ക് പോകാം. മനസ്സിലായില്ലേ? അതല്ല, അച്ഛനും അമ്മയും കൂടെയുള്ള ഒരു വീട്ടിലും പെൺകുട്ടികളുടെ രക്ഷയ്ക്കായിട്ട് പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് ആരും പോകില്ല. കാരണം ആ പയ്യന് സാധകമായിട്ടുള്ള വീട്ടുകാർ നിൽക്കത്തുള്ളൂ.